ഹലോ, ഹായ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാനഡയിലെ ന്യൂസുമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അതായത് കാനഡയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വരവ്. അതായത് PR ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് കുറച്ച് സന്തോഷ വാർത്തയുണ്ട്, അതുപോലെ തന്നെ ഒരു സാഡ് ന്യൂസും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലെ നമ്മുടെ കാറ്റഗറി ഡ്രോസിൽ പുതിയ കുറേ അഡീഷൻസ് വന്നിട്ട് അതുപോലെ തന്നെ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാനഡയിൽ PR കിട്ടാനായിട്ട് മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത്, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ PNP. അപ്പോൾ ഈ രണ്ട് വഴിയിലൂടെയാണ് നമുക്ക് മെയിൻ ആയിട്ട് PR കിട്ടുന്നത് കാനഡയിൽ. ഇനി അതിനകത്ത് എക്സ്പ്രസ് എൻട്രിയിൽ ഡ്രോസിൽ വരുന്നതാണ് കാറ്റഗറി ഡ്രോസ്. അപ്പോൾ ആ കാറ്റഗറി ഡ്രോസിൽ ഇപ്പോൾ വലിയൊരു മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അതായത് കുറച്ച് കാര്യങ്ങൾ അതിൽ ആഡ് ആയിട്ടുണ്ട്, എന്നാൽ കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഈ രണ്ട് ന്യൂസുകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ഉണ്ടായിരുന്ന ഒരു കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് 6 കാറ്റഗറീസ് ആണ് കാറ്റഗറി ഡ്രോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ കാറ്റഗറി ഉണ്ട്, പിന്നെ ട്രേഡ്സ് ഉണ്ട്, പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഴ്സ് ആണ്, അതായത് ട്രാൻസിറ്റ് കാറ്റഗറി. പിന്നെ ഉള്ളത് സ്റ്റെം കാറ്റഗറി ഉണ്ട്, പിന്നെ അഗ്രികൾച്ചറൽ കാറ്റഗറി ഉണ്ട്, അതുപോലെ തന്നെ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷൻസി കാറ്റഗറി ഉണ്ട്. ഇതിൽ ഇപ്പോൾ അപ്പോൾ ഈ പറഞ്ഞ 6 കാറ്റഗറീസ് ആയിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കൂടാണ്ട് തന്നെ നമുക്ക് ഒരു കാറ്റഗറി നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് കാനഡ ഗവൺമെന്റ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആണ്. അതായത് ഇപ്പോൾ കാനഡയിൽ കൂടുതൽ എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് അവർ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേറ്റേഴ്സ്, അതായത് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട കുറേ പേരെ അവർ ആഡ് ചെയ്തിട്ട്, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുവാണെങ്കിൽ അതിനായിട്ട് മെയിൻ ആയിട്ട് എലമെന്ററി ആൻഡ് കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിനെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ്, പിന്നെ ഇൻസ്ട്രക്ടേഴ്സ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് അസിസ്റ്റൻസ്, പിന്നെ സ്കൂൾ ടീച്ചേഴ്സ് അസിസ്റ്റൻസ്. അപ്പോൾ ഇത്രയും പേരെയാണ് ഒരു കാറ്റഗറി ഡ്രോസിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് എഡ്യൂക്കേഷൻ എന്ന കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്തുള്ളത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന കാറ്റഗറിയിലാണ് നമ്മുടെ ഇവിടെ കാനഡയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വേക്കൻസീസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് വേക്കൻറ്റ് പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യാനായിട്ടും അങ്ങനെ ലേബർ ഷോർട്ടേജ് കുറയ്ക്കാനായിട്ടാണ് ഈ കാറ്റഗറിയിൽ ഇത്രയും പൊസിഷൻസ് അവർ ആഡ് ചെയ്തുള്ളത്. അപ്പോൾ ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയാം. അതായത് ടിയർ കോഡും അതുപോലെ തന്നെ NOC കോഡും എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുകയാണ്. അതായത് ആദ്യത്തെ എലമെന്ററി ആൻഡ് സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസിസ്റ്റൻസിന്റെ ആണെങ്കിൽ NOC കോഡ് വരുന്നത് 43100 ആണ്. അതിന്റെ ടിയർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ടേഴ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അതിന്റെ NOC കോഡ് ആണെങ്കിൽ 42203. അതിന് ടിയർ ലെവൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് അസിസ്റ്റൻസ്, അത് 42202 ആണ്. അതിന്റെ ടിയർ ലെവൽ എന്ന് പറയുന്നത് 2 ആണ്. അടുത്തതായിട്ട് എലമെന്ററി സ്കൂൾ ആൻഡ് കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സ്, അവരുടെ NOC കോഡ് 41221. പിന്നെ അവരുടെ ടിയർ ലെവൽ എന്ന് പറയുന്നത് 1 ആണ്, ടിയർ 1 ആണ്. പിന്നെ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ആണെങ്കിൽ 41220, അത് NOC കോഡും അതുപോലെ തന്നെ അവരുടെ ടിയർ ലെവൽ എന്ന് പറയുന്നത് 1 ആണ്. ഇതിനൊപ്പം തന്നെ ഹെൽത്ത് കെയർ ഓക്യുപ്പേഷൻസിലെ അവരെ കുറച്ച് കാര്യങ്ങൾ കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഓക്യുപ്പേഷൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ആനിമൽ ഹെൽത്ത് ടെക്നോളജിസ്റ്റ് ആൻഡ് വെറ്റിനറി ടെക്നീഷ്യൻസ്, പിന്നെ കാർഡിയോളജി ടെക്നോളജിസ്റ്റ് ആൻഡ് ഇലക്ട്രോ ഫിസിയോളജിക്കൽ ഡയഗ്നോസ്റ്റിക് ടെക്നോളജിസ്റ്റ്, പിന്നെ ഡെന്റൽ ഹൈജീനിസ്റ്റ് ആൻഡ് ഡെന്റൽ തെറാപ്പിസ്റ്റ്, അതുപോലെ അതർ മെഡിക്കൽ ടെക്നോളജിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ്, ഫാർമസിസ്റ്റ്, ഫാർമസി അസിസ്റ്റൻസ്, ഫാർമസി ടെക്നീഷ്യൻസ്. ഇത് കൂടാതെ പുതിയതായിട്ട് അവർ ആഡ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ് വർക്കേഴ്സ് ആണ്. അതായത് അവരുടെ NOC കോഡ് വരുന്നത് 42201 ടിയർ ലെവൽ വരുന്നത് 2 ആണ്. ഈ ഒരു ഓക്യുപ്പേഷൻ കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പോൾ സോഷ്യൽ സർവീസ് വർക്കറിനൊക്കെ ഒരു സുവർണാവസരമാണ് വന്നിട്ടുള്ളത്. ഹെൽത്ത് കെയർ കാറ്റഗറിയിൽ അവർക്കും കാറ്റഗറി ഡ്രോസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് PR കരസ്ഥമാക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, മറ്റൊരു ജോബും കൂടി ഇപ്പം നമ്മുടെ കാറ്റഗറി ഡ്രോസിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കുക്ക് ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ PRന് അങ്ങനെ കാറ്റഗറി ഡ്രോ വഴി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അവരുടെ ഓരോ കാറ്റഗറിയിൽ നമുക്കൊരു ഏകദേശം CR സ്കോറിന്റെ റേഞ്ച് വെച്ചിട്ട് നമുക്കത് പറഞ്ഞിട്ട് ആ ഒരു റേഞ്ചിലുള്ളവർക്ക് നമുക്ക് കാറ്റഗറി ഡ്രോയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹെൽത്ത് കെയറിന് ഒരു CR സ്കോർ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 463 മുതൽ 490 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കുക്സിന്റെ കാര്യമാണെങ്കിൽ 420 മുതൽ 440 വരെയാണ്. പിന്നെ സ്റ്റെം കാറ്റഗറി ആണെങ്കിൽ 465 മുതൽ 490 വരെ ആയിരിക്കും ആ ഒരു റേഞ്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി ഡ്രോസിന്. അതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവരുടെ ഒരു CR സ്കോർ റേഞ്ച് വരുന്നത് 420 to 440 ആണ്. അതായത് 400 തൊട്ട് 440 വരെയാണ്
അവരുടെ ഒരു റേഞ്ച് വരുന്നത്. ആ ഒരു റേഞ്ചിൽ CR സ്കോർ ഉള്ളവർക്ക് നമുക്ക് കാറ്റഗറികൾ അപ്ലൈ ചെയ്യുകയും അങ്ങനെ നമുക്ക് PR സെറ്റ് ആക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു കാറ്റഗറീസിലൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അവസരം പാഴാക്കാണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തോരം നിങ്ങൾക്ക് IELTS എന്തോരം കൂട്ടാൻ പറ്റുമോ അപ്പോൾ അത്രയും ഭാഗങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കുക. പിന്നെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെ സെറ്റ് ആക്കണോ അതും എല്ലാം ചെയ്തു വെക്കുക. എപ്പോഴാണ് ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കുറേ പേരുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. അതിൻ്റെ കൂടെ ഓൾ എന്ന് പറയുന്ന എനാബിൾ ചെയ്യുക ബട്ടൺ. അപ്പോൾ ഇനി ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒന്നും സ്കിപ്പ് ആവാതെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഓൾറെഡി സെറ്റാക്കി വെക്കുക. അതുപോലെ IELTSന് മാക്സിമം പ്രിപ്പയർ ചെയ്യുക. IELTS എഴുതി കഴിഞ്ഞവരാണെങ്കിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് എക്സ്പ്രസിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിലൂടെയാണ് നിങ്ങൾക്ക് ഡ്രോസ് ഒക്കെ വരുന്നത്. ഇനി IELTS പ്രിപ്പയർ ചെയ്യാത്തവരാണെങ്കിൽ വേഗം പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് അതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടട്ടെ അതാക്കി സെറ്റാക്കി വെക്കുക. എന്നിട്ട് ഡോക്യുമെന്റ് സെറ്റാക്കുക, എക്സ്പ്രസിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളെ ഡ്രോസിനായിട്ട് കാത്തിരിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PCC എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കുറച്ച് കാലതാമസം എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം ഓക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ PCC നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഒരുപാട് പേർക്ക് നമുക്ക് ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് സെറ്റാണ്, പക്ഷേ PCC കാരണം ഡിലേ ആയിപ്പോയ ഒരുപാട് വിസ ആപ്ലിക്കേഷനുകളുണ്ട്. അതുപോലെ PCC നമ്മൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സെറ്റാണ്. ഇനി എന്തെങ്കിലും മെഡിക്കലോ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റ് നിങ്ങൾ അറിയാതെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഡ്രോ വന്നതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇൻവിറ്റേഷൻ നമുക്ക് വന്നതിന് ശേഷം അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 60 ഡേയ്സ് നമുക്ക് ടൈം പീരീഡ് ഉണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഏതാണോ നമ്മുടെ ഡോക്യുമെന്റ് വാലിഡിറ്റി കഴിഞ്ഞിട്ടുള്ളത് മിസ്സായിട്ടുള്ളത് നമുക്ക് സബ്മിറ്റ് ചെയ്ത് സെറ്റാക്കാവുന്നതാണ്. ഇത് കൂടാതെ മറ്റൊരു സങ്കടകരമായ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാറ്റഗറീസ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രാൻസിറ്റ് അതുപോലെ അഗ്രികൾച്ചർ, ഈ 2 കാറ്റഗറീസ് അവർ റിമൂവ് ചെയ്തിട്ട് ഇതിനൊന്ന് കട്ട് ഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു സങ്കടകരമായ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെം കാറ്റഗറിയിലെ ഒരുപാട് ഓക്യുപ്പേഷൻസ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ടോട്ടൽ ഒരു സ്റ്റെം കാറ്റഗറി തന്നെ പറിച്ച് മാറ്റി വെച്ച പോലെയാണ് അത് തെളിയിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മേജർ കാറ്റഗറീസിനെ അവർ മാറ്റിയിട്ടുണ്ട്. അതായത് ട്രാൻസിറ്റും അതുപോലെ അഗ്രികൾച്ചറും. അതുപോലെ തന്നെ സ്റ്റെം കാറ്റഗറിയിലെ ഒട്ടുമിക്ക ഓക്യുപ്പേഷൻസ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റെമ്മിനെ തന്നെ മാറ്റിയെന്ന് പറയാം. അത് ഏതൊക്കെയാണ് ആ ഓക്യുപ്പേഷൻസ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ബിസിനസ് സിസ്റ്റം സ്പെഷ്യലിസ്റ്റ്, അതുപോലെ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം മാനേജർ, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ സിസ്റ്റം ഡെവലപ്പേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ്, ഡാറ്റ സയൻറ്റിസ്റ്റ്, ഡാറ്റാബേസ് അനലിസ്റ്റ് ആൻഡ് ഡാറ്റ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, engineering managers, land surveyors, landscape architects, mathematicians, statisticians and actuaries, material engineers. ഇതൊക്കെയാണ് മെയിനായിട്ട് റിമൂവ് ചെയ്തിട്ടുള്ള സ്റ്റെം ഓക്യുപ്പേഷൻസ്. ഇനി വേറൊരു കാറ്റഗറി ഉള്ള ട്രേഡ്സിൽ ഒരുപാട് ഓക്യുപ്പേഷൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫ്ലോർ കവറിംഗ് ഇൻസ്റ്റാളേഴ്സ്, പെയിൻറ്റേഴ്സ് ആൻഡ് ഡെക്കറേറ്റേഴ്സ്, റൂഫേഴ്സ് ആൻഡ് ഷ്രിങ്ക്ലേഴ്സ്, കോൺക്രീറ്റ് ഫിനിഷേഴ്സ്, other technical trades and related occupations, water well drillers, electrical mechanics, heavy duty equipment mechanics, bricklayers, cabinet makers, gas fitters, sheet metal workers, home building and renovation managers, machinist and machining and tooling inspectors. പിന്നെ ഇതിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുക്ക്, അതിനെയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്കിൻ്റെ ഒരു NOC കോഡ് വരുന്നത് 63200, 63200 അതിൻ്റെ NOC കോഡ്. ഇത് Tier 3 ലെവലിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ട്രേഡ്സിൽ ആഡ് ചെയ്തുള്ള ഓക്യുപ്പേഷൻസ്. ഈ 2025 മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാറ്റഗറി റോസ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടേക്ക്, അതായത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആദ്യം ഉള്ളതുപോലെ തന്നെ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, പിന്നെ രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ് ഓക്യുപ്പേഷൻ, മൂന്നാമത്തേത് ട്രേഡ്സ് ഓക്യുപ്പേഷൻ, പിന്നെ നാലാമത്തേത് എഡ്യൂക്കേഷൻ ഓക്യുപ്പേഷൻ. അതാണ് ഇപ്പൊ പുതിയതായിട്ട് ആഡ് ചെയ്തത്, റീസെന്റ് ആഡ് ചെയ്തത്. ബാക്കിയുള്ളതെല്ലാം മുമ്പേ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് കൂടാതെ ഈ കാറ്റഗറീസ് അല്ലാതെ നമുക്ക് എക്സ്പ്രസ് എൻട്രി വഴിയും അതുപോലെ തന്നെ ഫെഡറൽ സ്കിൽഡ് ക്ലാസ് വഴിയും അതുപോലെ തന്നെ PNP വഴിയും നമുക്ക് PR അപ്ലൈ ചെയ്യാവുന്നതാണ്. PNP ആണെങ്കിൽ ഏകദേശം ഒരു 6 months to 18 months വരെ ടൈം എടുക്കും. എക്സ്പ്രസ് എൻട്രി ആണ് നോർമലായിട്ട് ഒരു 1 year, വിത്തിൻ 1 yearനുള്ളിൽ നമുക്ക് സ്പീഡിലും എളുപ്പത്തിലും നമുക്ക് PR കിട്ടുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് PNP പ്രോഗ്രാംസിൻ്റെ വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ
RCIP, അതുപോലെ ആൽബർട്ട PNP, അതുപോലെ തന്നെ ഓണ്ടാരിയോ PNP, ന്യൂ ബ്രൂൺസ്വിക് PNP, അതുപോലെ ഇപ്പോൾ നമ്മൾ ഫ്രഞ്ച് ലാംഗ്വേജസ് പ്രൊഫഷൻസിയുടെ കാറ്റഗറി പോലെയുള്ള ഫ്രാങ്കോഫോൺ ഇമിഗ്രേഷൻ, ഇതിനൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും PR റിലേറ്റഡ് ആയിട്ടോ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ക്ലിയറൻസ് വെരിഫിക്കേഷൻ ആയാലും, അതുപോലെ തന്നെ നമുക്കിപ്പോൾ എക്സ്പ്രസിൻ്റെ പ്രൊഫൈൽ ക്രിയേഷൻ ആണെങ്കിലും CR സ്കോർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, CR സ്കോർ എങ്ങനെ ചെക്ക് ചെയ്യണം, അങ്ങനെ അതിനൊക്കെ സ്റ്റെപ്പ് എന്നാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ CR സ്കോർ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്, എങ്ങനെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. അതിൻ്റെ ഒരു ഏകദേശം ഒരു 16-20 പോയിന്റ്സ് ഞങ്ങൾ റെഫർ ചെയ്തിട്ട് ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു റീസണബിൾ അപ്ഡേറ്റ് ആണ്, നമുക്ക് ഹോം കെയർ വർക്കർ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ. അതിൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മളെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇനി കംപ്ലീറ്റ് പ്രോഗ്രാം ഡീറ്റെയിൽസും പ്രോഗ്രാമിൻ്റെ ഗൈഡ് ലൈൻസും അടങ്ങുന്ന ഒരു വീഡിയോ നമ്മളിനി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. തുടരെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്, ഒരുപാട് റൂൾ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ കാനഡയ്ക്ക് വരുന്നവർ നിങ്ങൾ ഈ റൂൾ ചേഞ്ചും അതുപോലെ റെസ്ട്രിക്ഷൻസും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ വരിക. ഒരു ഏജൻസിനെ വഴി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഏജൻസി പറയുന്നത് മാത്രം വിശ്വസിക്കാതെ, ഓക്കെ ഏജൻസിനെ ട്രസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ അവർ പറയുന്നത് മാത്രം വിശ്വസിക്കാതെ നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ ഒരു അവസ്ഥയും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് കാനഡയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന റിസോഴ്സുകൾ എന്തൊക്കെയാണെന്ന് മാക്സിമം കളക്ട് ചെയ്തിട്ട് അതിനുശേഷം മാത്രം നിങ്ങൾ കാനഡ ഉറപ്പിക്കുക. എന്നിട്ട് മാത്രം കാനഡയ്ക്ക് വരാൻ. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി കുറവ് അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും ചിന്തിച്ചിട്ട് വേണം നമ്മൾ കാനഡയ്ക്ക് വരാൻ തീരുമാനമെടുക്കാൻ. കാരണം ഇപ്പോഴും ഉള്ളതും ഒന്നും സ്ഥിരമല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ഹാവ് എ ഗ്രേറ്റ് വൺ, സ്റ്റേ ഹാപ്പി, ബി പോസിറ്റീവ്.